എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കബഡി വെച്ച് ഓൺലൈനായി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. 2026 അല്ലേ, മൂലം നക്ഷത്രം 2026 എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകാം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നവഗ്രഹങ്ങൾക്ക് എന്തോരം ബലമുണ്ട്. ആ ഒരു കാര്യം അനുസരിച്ച് നവഗ്രഹങ്ങളുടെ ബലമനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ മാറി മറിയുന്നത്. ചിലവർക്ക് ജാതകത്തിൽ പറഞ്ഞ ഭാഗ്യങ്ങളൊന്നും കിട്ടാതെ വരാൻ, ചിലവർക്ക് നല്ല ഭാഗ്യങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മൂലം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഈശ്വര അനുഗ്രഹം, അതായത് അവർ ഏതൊക്കെ വന്നാലും അവർ വിശ്വസിക്കുന്ന ദൈവാനുഗ്രഹം. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിലും നമ്മുടെ ദൈവാനുഗ്രഹങ്ങളും കണക്കിരിക്കും നമ്മുടെ കാര്യങ്ങൾ. ഒരു ഉദാഹരണത്തിന് ഒരു ജാതകത്തിൽ 40 വയസ്സ് വരെ ആയുസ് പറഞ്ഞ്, എന്നാൽ മിക്കവരും 40 വയസ്സിന് ശേഷവും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പറയും ജ്യോതിഷം ചുമ്മാ പറഞ്ഞാന്ന് പറയും. പക്ഷെ അല്ല, ആ 40 വയസ്സിന് ശേഷം എന്തുകൊണ്ട് അവർ ജീവിച്ചിരുന്ന വെച്ചാൽ അവർ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ ഉള്ള കർമ്മങ്ങൾ, അവർ അത്രത്തോളം ഈശ്വരനെ സേവ ചെയ്ത് ഈശ്വരനായിട്ടുള്ള വിശ്വാസം, അതുകൊണ്ട് മാത്രമാണ് അല്ലേ. അപ്പോൾ ഈശ്വര അനുഗ്രഹം കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈശ്വരൻ വിചാരിച്ചാൽ ജാതകത്തിലെ ദോഷങ്ങൾ മാറും. അപ്പോൾ നമ്മുടെ ഈ ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയാൻ വേണ്ടി നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തേണ്ട അത്യാവശ്യമാണ് മൂലം നക്ഷത്രക്കാർ. അപ്പോൾ മൂലം നക്ഷത്രക്കാർ 2026 തൊട്ട് സാമ്പത്തിക നഷ്ടങ്ങളും സാമ്പത്തിക ലാഭങ്ങളും ഇടകലർന്ന് വരും. അതായത് ഇവരെന്ത് ബിസിനസ് ചെയ്താലും ആദ്യമേ കുറേ 2-3 മാസത്തേക്ക് നഷ്ടങ്ങൾ വരും. എങ്കിൽ പോലും ആ ബിസിനസ് പരമായിട്ട് നല്ല രീതിയിൽ തന്നെ ഉയർച്ചകളുണ്ട്. അതായത് പല രീതിയിൽ നിന്നും ആൾക്കാരിൽ നിന്ന് ബന്ധങ്ങൾ വരും. അതായത് നേരത്തെ വഴക്കിട്ട് പോയ ആൾക്കാരൊക്കെ നമ്മളിലേക്ക് തിരികെ വരും. ബന്ധുക്കളും പരിസരവാസികളും നമ്മുടെ ചുറ്റിനുള്ള നാട്ടുകാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളായിട്ട് 2025 വഴക്കിട്ട ആൾക്കാരൊക്കെ നമ്മുടെ കയ്യും കാലും ഒക്കെ പിടിച്ച് നമ്മളെ എടുത്ത് വരുന്ന ഒരു വർഷവും കൂടെ ആയിരിക്കും 2026. അതായത് മൂലം നക്ഷത്രക്കാർക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സ്കിന്ന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എത്ര രാത്രി ഉറക്കം വരുന്ന സമയത്ത് കിടന്നാലും ഉറക്കം വരാതിരിക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മൂലം നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ പോയി കണ്ട് മരുന്ന് മേടിക്കുക. അതേപോലെ തന്നെ രോഗദുരിതങ്ങളും തടസ്സങ്ങളും മാറാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ പോയിട്ട് വലത് കൈയിൽ കറുത്ത ചരടിൽ അഹോര മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടുക. മൂലം നക്ഷത്രക്കാർ ഒരു ചരടിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 21 ദിവസമാണ്. അതായത് അതേപോലെ തന്നെ സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്ന മൂലം നക്ഷത്രക്കാർ, അതേപോലെ തന്നെ പല മേഖലയിൽ ജോലി ചെയ്യുന്നവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ ഗുണകരമായ ഒരു വർഷമായിരിക്കും. അവർ ജോലി ചെയ്യുന്നത് കണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് അവർക്ക് ജോലിയിൽ പുരോഗതികൾ ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ട്രാൻസ്ഫർ കിട്ടും, പ്രമോഷൻ കിട്ടും. അതായത് ഉയർന്ന സാലറിയോട് കൂടിയുള്ള ജോലികൾ തേടി വരും. മൂലം നക്ഷത്രത്തിൽ ഉള്ളവർക്ക് 2026 വിവാഹകാര്യങ്ങൾ മുടങ്ങി നിൽക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് 2026 നാലാദിക്കുന്ന വിവാഹങ്ങളും കാര്യങ്ങളൊക്കെ വരും. തടസ്സങ്ങൾ മാറി ഉദ്ദേശിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ മൂലം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ പുതിയതായിട്ട് വാഹനങ്ങൾ മേടിക്കാൻ ആഗ്രഹമുള്ള മൂലം നക്ഷത്രക്കാർ, സ്വന്തമായിട്ട് വീടില്ലാത്തവർ, വാടകയ്ക്ക് കിടന്നിട്ട് നല്ലൊരു വീട് കിട്ടുന്നില്ല, അച്ഛൻ വഴി അമ്മ വഴിയൊക്കെ സ്വത്തുകൾ കിട്ടുന്നില്ല, ഇതൊക്കെ 2026 ഏകദേശം ചിങ്ങമാസം കഴിഞ്ഞുകൂടെ മൂലം നക്ഷത്രക്കാർക്ക് അച്ഛൻ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ പോയി ധർമ്മദേവതയും കുലദേവതയൊക്കെ പ്രീതിപ്പെടുത്തേണ്ട വളരെ അധികം അത്യാവശ്യമാണ്. മൂലം നക്ഷത്രക്കാർ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ, 2026 എല്ലാ തടസ്സങ്ങളും കുടുംബദേവതയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ പാരയാകാതെ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കൂട്ടുകാരെ വിശ്വസിച്ചൊരു കാര്യം പറയുന്നത്, അത് അവർ മുഖാന്തരം നമ്മൾ ഇല്ലാത്തതും പറയാത്തതും ഒക്കെ കാര്യങ്ങൾ പറയാനിടയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കണം. നമ്മുടെ 2026 നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ നാട്ടുകാരോടും അതേപോലെ തന്നെ ബന്ധുക്കളോടും വീടിൻ്റെ പരിസരത്തുള്ളവരോടും സുഹൃത്തുക്കളോടൊന്നും പറഞ്ഞ് നടക്കാതിരിക്കുക. വരുന്ന ഭാഗ്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിലിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുടുംബമായിട്ട് സന്തോഷമായിട്ടൊക്കെ ദൂരദേശത്തൊക്കെ പോകാനുള്ള യാത്രാഭാഗ്യങ്ങളുണ്ട്. തീർത്ഥാടനപരമായ കാര്യങ്ങൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സുഹൃത്തുക്കളൊക്കെ കണ്ടുമുട്ടാനിടയുണ്ട്. വഴക്കിട്ട് പോയവരൊക്കെ തിരിച്ചു വരും. അതായത് വിദ്യാർത്ഥികളായിട്ടുള്ള മൂലം നക്ഷത്രക്കാർക്ക് ഏകദേശം പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയിൽ വരുന്നൊരു വർഷമായിരിക്കും. നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ പരീക്ഷ എഴുതാൻ പറ്റും. അതായത് നേരത്തെയൊക്കെ ടീച്ചറുകൾ ഒട്ടും പഠിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ ഇടവരത്തില്ല. പഠിക്കാനിരിക്കുമ്പോൾ തലവേദന, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ
ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ 2026 മാറിക്കിട്ടുന്നതാണ്. 55 വയസ്സിന് ശേഷമുള്ള മൂലം നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം, മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി രോഗദുരിതങ്ങളും കാലാവസ്ഥപരമായ അസുഖങ്ങളും, നിങ്ങൾ എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ രോഗദുരിതങ്ങൾ മാറാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ പോയി രുദ്രാഭിഷേകം നടത്തി മഹാദേവന് പുറംവിളക്കും കൂവളത്തോല മാലയും സമർപ്പിക്കുന്നത് നല്ലതാണ്. അപ്പം മൂലം നക്ഷത്രക്കാർ ഒരു വർഷക്കാലം ജാതകത്തിലെ ഭാഗ്യങ്ങളും ശത്രുദോഷങ്ങളും കർമ്മദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറാൻ വേണ്ടി ചെയ്യേണ്ട വഴിപാട്, നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി മൂലം നക്ഷത്രത്തിൽ നിന്ന് 9 വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന ചെയ്യുക, കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക. ഒപ്പം തന്നെ മൂലം നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തേണ്ട ഗ്രഹം എന്ന് പറഞ്ഞാൽ ബുധഗ്രഹമാണ്. അതായത് ബുധഭഗവാന് കരിക്ക് കൊണ്ട് അഭിഷേകം നടത്തുക. അതേപോലെ തന്നെ മൂലം നക്ഷത്രത്തിൽ വർഷം ഗണപതി ഹോമവും ഭഗവതി സേവയും അഷ്ടദ്രവ്യ ഗണപതി ഹോമമായിട്ട് ചെയ്യുക. അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ഭഗവതി സേവ, ഈ ഭഗവതി സേവയെ പങ്കെടുത്ത് ജനുവരി മാസത്തിൽ മൂലം നക്ഷത്രത്തിൽ പങ്കെടുത്ത് ആ ഒരു പ്രസാദം നമ്മുടെ സ്ഥാപനത്തിലോ വീട്ടിലോ വെക്കുക. അതായത് ഒരു വർഷക്കാലത്തിലുള്ള ശത്രുദോഷങ്ങൾ, ആഭിചാരദോഷങ്ങൾ, ബാധാദുരിതങ്ങൾ, സമയദോഷങ്ങൾ, കണ്ണുദോഷം, നാവുദോഷം തുടങ്ങിയ എല്ലാ നെഗറ്റീവുകളെ മാറ്റി പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയാണ് നമ്മൾ ഭഗവതി സേവ ചെയ്യുന്നത്. ഈ ഭഗവതി സേവ ചെയ്യുമ്പോൾ നമ്മൾ തിരുമേനിക്ക് ചീട്ട് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഇവിടെയെങ്കിലും കറങ്ങിയിറങ്ങിയാൽ പോരാ, നമ്മളത് പങ്കെടുത്ത് നമ്മുടെ ദുരിതങ്ങൾ ഭഗവതി സേവ നടക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് തിരുമേനിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് ആ പ്രസാദം മേടിച്ച് നമ്മുടെ സ്ഥാപനത്തിലോ വീട്ടിലോ വെക്കുക. എങ്കിൽ മാത്രമേ നമുക്കത് പ്രയോജനമുള്ളൂ. ജോലിക്ക് പോകുന്ന മൂലം നക്ഷത്രക്കാർ ഭഗവതി സേവയ്ക്ക് ഇരിക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ദിവസം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ജോലിയൊന്നും ഇല്ലാത്തപ്പം ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച ചെയ്താൽ മതി. ഇത് ചെയ്യുന്നത് കൊണ്ട് ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയും, ശത്രുദോഷം ഉണ്ടാകത്തില്ല, ആഭിചാരദോഷങ്ങൾ ഉണ്ടാകത്തില്ല. നമുക്കെതിരെ ആരെന്ത് നെഗറ്റീവ് പ്രയോഗിച്ചാൽ ഇതൊക്കെ തിരിച്ചടി കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഭഗവതി സേവ ചെയ്യുക. ഒരു വർഷക്കാലം മാസം മൂലം നക്ഷത്രക്കാർ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അതേപോലെ തന്നെ നവഗ്രഹത്തിന് 9 വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന ചെയ്യുക, ഭഗവതി സേവ ചെയ്യുക, കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ 2026 എന്തുകൊണ്ടും സാമ്പത്തിക ലാഭമായിട്ട് മൂലം നക്ഷത്രങ്ങൾക്ക് മുന്നോട്ട് പോകും. കൂടുതൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഞാൻ വലിച്ചു കിട്ടുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പറയുന്നതാണ്. ഇഷ്ടമുള്ളൊരു ദക്ഷിണ തന്നാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.